ദൈവത്തിൻ്റെ മന്ദിരം. കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവേഷ്ടത്തെക്കുറിച്ചും യഥാർത്ഥ ആരാധന എന്ത് എന്നതിനെക്കുറിച്ചും നാം ചിന്തിച്ചു. ഈ രണ്ട് വിഷയങ്ങളോടും ബന്ധപ്പെട്ട ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുവാനാണ് ഇന്ന് താല്പര്യം തോന്നുന്നത്. കാരണം പലരും ആരാധനയിൽ ആത്മാവിന് മാത്രമാണ് ബന്ധമെന്നും തൻ്റെ ശരീരത്തിൻ്റെ പ്രവൃത്തികൾക്ക് അതിൽ ബന്ധമില്ല എന്ന് കരുതുന്നവരും ഉണ്ട്. എന്നാൽ കഴിഞ്ഞ എപ്പിസോഡിൽ റോമാലേഖം 12:1 പരാമർശിച്ചിരിക്കുന്ന വിഷയം നമ്മുടെ ശരീരങ്ങളെയും സമർപ്പിക്കുവാൻ ആയിട്ടുള്ളതാണ്. ക്രൈസ്തവ സഭകളിൽ ചില സഭകളും മറ്റ് പല മതവിഭാഗങ്ങളും മതാത്മകതയോട് ബന്ധപ്പെട്ട് ശരീരത്തെ സ്വയം പീഡിപ്പിക്കുന്നതിനെയും വേദനിപ്പിക്കുന്നതിനെയും ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശരീരത്തെ സ്വയം വേദനിപ്പിക്കുവാനല്ല, മറിച്ച് ഈ ശരീരത്തെ ദൈവത്തിൻ്റെ മന്ദിരമായാണ് കാണേണ്ടത് എന്നതാണ് വാസ്തവം. അങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് പുതിയ നിയമ വേദഭാഗങ്ങൾ. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. പഴയ നിയമ വേദഭാഗത്ത് ശലോമോൻ്റെ ദേവാലയ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 48 പറയുന്നു. അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല, മറിച്ച് അവൻ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ എന്നിൽ വസിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. റോമർ 8:13 പറയുന്നത് പോലെ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മുടെ ശരീരത്തെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ പാപത്തിന് അടിമയായ പഴയ ശരീരത്തെ ഉരിഞ്ഞു കളയുവാൻ സാധിക്കും. പിന്നീടുള്ളത് പുതുമനുഷ്യനാണ് എന്ന് ഓർക്കണം. നമ്മുടെ ശരീരങ്ങളെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കണം എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക, നാം ക്രിസ്തുവിൻ്റെ ആയുധങ്ങളാണ്, ദൈവനീതിക്കായി പടപൊരുതേണ്ട ആയുധങ്ങൾ. ഒരു സേന വിജയിക്കുന്നത് സൈനികർ തങ്ങളുടെ മേധാവിയുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ്. ആത്യന്തികമായി വിശ്വാസി സമൂഹം എന്ന സൈന്യത്തിൻ്റെ മേധാവി ക്രിസ്തുവാണ്. അതിനാൽ ക്രിസ്തുവിൻ്റെ കയ്യിലെ ആയുധങ്ങൾ ആകണം നമ്മുടെ ശരീരങ്ങൾ. നാം വായ് കൊണ്ട് സാക്ഷ്യം പറയുന്നവരാണ്. വായ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം തന്നെ. എന്നാൽ കേൾവിക്കാർ നമ്മുടെ വാക്കുകളെ മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ പൊതുവായുള്ള പ്രവൃത്തികളെ കൂടെയാണ് വിലയിരുത്തുന്നത്. നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് അഥവാ ദർശനങ്ങൾക്ക് അധരങ്ങളുമായും ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളുമായും ഏകോപനമില്ലായെങ്കിൽ ക്രിസ്തീയ ചിന്ത സമൂഹത്തിൽ പരിഹാസ്യമാകും. ഇത് വലിയ അളവിൽ ഇപ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും സഭകളും കൂട്ടായ്മകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറച്ചു വയ്ക്കുവാനുള്ള തത്രപ്പാടിലാണ്. ഇത് വിപരീത ഫലമാണ് സഭയിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ വിശ്വാസ സമൂഹം പരിഹാസ്യരായിത്തീരുന്നു, സുവിശേഷ വേലയെ പിറകോട്ട് വലിക്കുന്നു. സഭയായും കൂട്ടായ്മയായും വ്യക്തികളായും ജീർണതയ്ക്കെതിരെ ശക്തമായി മുൻപോട്ട് വരണം. വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനങ്ങൾ എടുക്കണം. എങ്കിൽ മാത്രമേ ക്രിസ്തു നമ്മെ ഏൽപ്പിച്ച ദൗത്യം അർത്ഥവത്തായ നിലയിൽ നടത്തുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. സഭ ഏതുമാകട്ടെ, ആരാധന അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിറവേറുന്നത് പള്ളിക്കകത്തോ സഭാ ഹാളിലോ മാത്രമല്ല. വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ശിഷ്ടജീവിതം ശാരീരികവും മാനസികവുമായി ദൈവഹിതത്തിന് സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ ആരാധന. ക്രിസ്തു വസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ശരീരം. ഈ ചിന്ത എപ്പോഴും നമ്മെ ഭരിക്കണം. ഇത് നമ്മുടെ കാലടികളെ സൂക്ഷിക്കും, കരങ്ങളെ നിയന്ത്രിക്കും, കാഴ്ചപ്പാടുകളെ തിരുത്തും. ബൈബിൾ പറയുന്നത് ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ് നാം എന്നത്രേ. അങ്ങനെയെങ്കിൽ തലയാകുന്ന ക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മുടെ ശരീരം മുഴുവനായി വർത്തിക്കണം. നമുക്കറിയാം, ഒരു വ്യക്തിക്ക് സ്ട്രോക്ക് വന്നാൽ ശരീരത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി തളർന്നു പോകുന്നു. ഈ തളർച്ച സജീവമായ മറ്റ് ശരീരഭാഗങ്ങളെ കൂടെ ശയ്യാവലംബിയാകാൻ നിർബന്ധിക്കുന്നു. സ്ട്രോക്ക് ഒരു ജീവിതശൈലി രോഗമാണ്. നാം ഒന്ന് തിരിഞ്ഞു നോക്കണം. സഭ എന്ന ശരീരം ഇന്ന് എപ്രകാരമാണ്? ഒരു വശം തളർന്നാൽ തന്നെ നാം നിശ്ചേഷ്ടരാകും. എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ ആയത്? അതിന് കാരണം നമ്മുടെ ജീവിത ശൈലിയാണ്. തീർച്ചയായും നമ്മുടെ കാഴ്ചപ്പാടുകളും ജീവിത ശൈലികളും നാം പരിശോധിക്കണം, തിരുത്തുകയും വേണം. അല്ലെങ്കിൽ നാം വിശ്വാസി സമൂഹം അപ്രസക്തരായിത്തീരും. അവസാനമായി ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ദൈവം നമുക്ക് നൽകിയ സ്വതന്ത്ര മനസാക്ഷി ശരിയായ നിലയിൽ നാം ഉപയോഗിക്കുക.
നമ്മുടെ ശരീരങ്ങളെ ആരാധനയായി ദൈവത്തിന് സമർപ്പിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരികതമായാൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ജോയ് EV.